നമസ്കാരം. മലയാളി ഡ്രൈവർ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സഹായം തേടാൻ കർണാടക സർക്കാർ വൈകിയെന്ന് ബി.ജെ.പി. നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി മലയാളിയായിട്ടും പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം അലംഭാവം തുടരുകയാണ്. കുവൈത്തിൽ അപകടം നടന്നപ്പോൾ പോകാൻ തിടുക്കം കാണിച്ച കേരളത്തിലെ മന്ത്രിമാർക്ക് കർണാടകയിൽ എത്താൻ എന്താണ് താമസമെന്നും വി മുരളീധരൻ ചോദിക്കുന്നു. ആമയിഴഞ്ചൻ തോട്ടിൽ വീണ ജോയ് മരിക്കാനും കാരണം സംസ്ഥാന സർക്കാരാണ്. മനുഷ്യജീവന്റെ കാര്യത്തിൽ ഇത്തരം സമീപനം പാടില്ലെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് വെച്ച് പ്രതികരിച്ചു. അതേസമയം അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോറി പുഴയിലേക്ക് മറിയുകയും മണ്ണിനടിയിൽ പെടുകയും ചെയ്തിരിക്കാമെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. പുഴയിൽ തിരച്ചിൽ നടത്താനുള്ള ശ്രമത്തിലാണ് സൈന്യവും മറ്റ് രക്ഷാപ്രവർത്തകരും. ഇതിനായി കൂടുതൽ ശക്തിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥലത്തെത്തിക്കാനും നീക്കം നടക്കുന്നുണ്ട്. റോഡിൽ വീണ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. റോഡിന് മുകളിലായി ലോറിയോ മനുഷ്യരെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് സംസ്ഥാന റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരാഗൌഡ അറിയിച്ചിട്ടുമുണ്ട്. കോഴിക്കോട് MP MK രാഘവനും സ്ഥലത്തെത്തിയിട്ടുണ്ട്. NDRF, ദേശീയപാത അതോറിറ്റിയുടെ സംഘം, നാവികസേന, കോസ്റ്റ് ഗാർഡ്, അഗ്നിരക്ഷാസേന, ലോക്കൽ പോലീസ് എന്നിവരുടെ ഏകോപനത്തിലാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിനടിയിൽ ലോറി ഇല്ലെന്ന് ഉറപ്പാക്കുന്നതുവരെ മണ്ണ് നീക്കാനാണ് ആലോചനയെന്ന് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഇന്ന് എത്തിച്ചേരും. കരയിലെ പരിശോധനയ്ക്ക് തന്നെയാണ് മുൻഗണന നൽകുന്നത്. പിന്നീടായിരിക്കും ഗംഗാവലി നദിയിൽ പരിശോധന നടത്തുന്നത്. കരയിൽ ലോറി ഇല്ലെന്ന മന്ത്രി കൃഷ്ണ ബൈരാഗൌഡയുടെ പ്രസ്താവനയെ തള്ളി കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. കരയിൽ ലോറി ഉണ്ടെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. സംഭവ സ്ഥലത്ത് ഇപ്പോഴും കാലാവസ്ഥ പ്രതികൂലമാണ്. അതിശക്തമായ കാറ്റും മഴയും നിലനിൽക്കുന്നുണ്ട്. അർജുൻ അടക്കം 10 പേരാണ് അത്യാഹിതത്തിൽ പെട്ടിരിക്കുന്നത്. 7 പേരുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കർണാടകയിൽ നിന്ന് തടി കൊണ്ടുവരാൻ മുക്കം സ്വദേശി മനാഫിന്റെ ലോറിയുമായി അർജുൻ ഈ മാസം 8-നാണ് പോയത്. 16-നാണ് അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.